അപ്പൊ ഇന്ന് ഞങ്ങൾ 2 ബക്കറ്റും 2 തൊട്ടികളും പിന്നെ ഒരു തോട്ടിയും ഒരു ചാലഞ്ച് എടുക്കാന്ന് പറഞ്ഞു. ഒരു കിണറിന്റെ ഫ്രണ്ടിൽ എന്നെ അഭിനയം കൊണ്ടിട്ട് ഇന്നത്തെ പോയാൽ തിരിച്ചു വരത്തില്ല. ഞാൻ ഇതിനകത്ത് മുങ്ങിച്ചാവും. ശരി, എന്താണ് ഉദ്ദേശം? ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് പേര് എനിക്ക് പറയാറില്ല. ബോയ്സ് ഡംപിൾ ചാലഞ്ച്. ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. അത് ആരാണോ ചെയ്യുന്നത് അവര് മുങ്ങണം. ഓക്കെ, ആ പിന്നെ ഇപ്പഴേ മുങ്ങി തുടങ്ങും. ഞാൻ ഈ ഇന്ന സാധനങ്ങൾ ഇന്ന ആൾക്കാർ ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങളെ ഇതാക്കും. ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി എനിക്കും വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 പേർക്ക് അറിയത്തില്ല. ആ സാധനം ഞാൻ വായിക്കും. നിങ്ങൾ ആരാണ് അത് മോസ്റ്റ് റിലേറ്റബിൾ എന്ന് നോക്കിയിട്ട് അതെ, ചിലപ്പോ ഞാൻ 2 പേരെ മുക്കിയെന്നിരിക്കും. എന്ത് നിങ്ങൾക്ക് വേണ്ടി 15 ചോദ്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സുരേഷ് ഗോപി പറ. ഫസ്റ്റ്, ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കള്ളത്തനം കാണിക്കുന്ന കള്ളനാരാണ്? അതില്ല, ഞാനില്ല ചലഞ്ചിന്. നിങ്ങൾക്ക് 2 ബക്കറ്റേ ഉള്ളൂ. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ കള്ളത്തനം കാണിക്കുന്നത് അടവെടുക്കാമോ ഇതില് എന്ന് നമ്മളുടെ അബിൻ മോൻ. കള്ളത്തരമെങ്കിലും നീ ഇല്ല, ജിത്തുസാനാണ് കുന്തിക്കൊണ്ട് നിക്കുന്നത് ഷൂട്ടിന് വരെ. അപ്പൊ അമ്മ നേരെ അടുത്ത ജിത്തോസാ മുക്കി തരാം. മുങ്ങി എക്സ്പീരിയൻസ് ഓക്സിജൻ ഉണ്ടായിരുന്നു. എന്നെക്കാളും വലിയ തോണിയാ അവന് പോയിട്ട് തിരിച്ചു 5 മിനിറ്റ് എടുത്തു പോകും പെട്ടെന്ന്. അല്ല, നിങ്ങൾ ശ്വാസം എടുക്ക് പോകുമ്പോഴത്തേനും അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ചൊരു ചെറിയൊരു അടപ്പിൽ വെള്ളം എടുക്കണേന് 2 അണ്ടാവിന് വെള്ളം കുളിപ്പിക്കത്തില്ലേ അകത്തിട്ട്? നിന്നെ ഇതിലെടുത്തേ കുളിപ്പിച്ച്. നിന്നെ ഇപ്പഴും ഇതിലല്ലേ എടുത്ത്. എനിക്ക് നമ്മുടെ മണ്ഡപത്തെ അരി വെക്കുമ്പോ ഇതിലാണ് അരി വെക്കണമെന്ന് തോന്നുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന്, ഇതിൽ ഞാൻ ഒരാളെ നല്ലവണ്ണം വീക്ഷിക്കുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും പങ്ക്ച്വൽ അല്ലാത്തത് ലഗേഷ് കുമാർ ഓൺ ഫ്ലോർ. ഞങ്ങൾ അഭിനൊരു പേരിട്ടിട്ടുണ്ട്, ലഗേഷ് കനകരാജ്. ഇവിടെ ഷൂട്ട് അപ്പൊ ശ്വാസമായിട്ട് ഷൂട്ട് കറക്റ്റ് ആയിട്ട് നേരത്തെ നിൽക്കണം. ഞാനാണ് റെഡിയാകാതെ നിൽക്കുക. എന്നിട്ട് ഞങ്ങളെല്ലാം വന്നതിന് ശേഷം റെഡിയാകും. ഞങ്ങൾ 2 ഞാനല്ല, 3 എല്ലാവരും ലഗേഷ് കുമാർ കുമാരി. നിക്ക് ഞാൻ വന്നിട്ട് ഇവർ റെഡിയാകാൻ പോണ ചരിത്രമില്ല. ശരി, പങ്ക്ച്വൽ ആരാണ് ഇതില്? ഞാൻ. അപ്പൊ ലാഗേഷ് കുമാറും കുമാരിയും കൂടെ എന്താ തീരുമാനിച്ചോ? കുമാറിന്റെ മാത്രം തന്നെ ഉണ്ട്. മൂക്കൊക്കെ അതിനകത്ത് പോകുന്നു. അതുപോലത്തെ വേറൊരു ചോദ്യം, ഇതിലെ ലേറ്റ് കമ്മർ. അതല്ലേ ഇത്? ഒരു ക്വസ്റ്റ്യൻ ആണ്. പദ്ധതി ശരി, മുക്ക് പയ്യനെ എത്ര വട്ടം വേണ്ടാണ്. ഈ കൂട്ടത്തിലെ സാക്രിഫൈസിങ് സ്റ്റാർ, ഒരു ത്യാഗി എന്ന് പറയുന്നത് മുങ്ങാൻ പറ്റുമോ? ജിത്തു സാർ ആണെന്ന് തോന്നുന്നു. അഭിനയിക്കാതെ സത്യം കൊണ്ട് വെച്ചാൽ അടിയിൽ പോകുമ്പോ ശ്വാസം ഞാൻ എടുത്തില്ല. സത്യം പറയല്ലേ, ഞാൻ പറയുന്നത്. രാത്രിയുള്ള കുളി പാസ്സാക്കി. അപ്പൊ നമ്മുടെ ത്യാഗിക്ക് എന്താണ് പറയുന്നത്? ത്യാഗി 2 വാക്ക് ഇപ്പൊ എന്നും എന്റെ ജീവിതത്തിൽ എന്നും നമ്മൾ എന്റെ കൂടപ്പിറപ്പായി ഉള്ളതാണ്. ജീവിതത്തിൽ എന്റെ കൂടെ എപ്പോഴും ത്യാഗങ്ങളും സഹനങ്ങളും. നമുക്ക് ഏറ്റവും കൂടുതൽ യോഗ്യൻ സഫയില്ല. ഇതില് ഏറ്റവും അനുസരണാശീലം ഉള്ള ഒരാൾ, അത് കൺഫേം ആയിട്ട് ഞാൻ തന്നെ. അതിങ്ങനെ 2 പേരും ഉണ്ട്. ഇവർ 2 പേര് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യങ്ങളാണ്. ഇത് മച്ചാനെ തുടക്കി വന്ന് ഉറക്കം പോയി. കുറച്ച് മുളക് പൊടി ഇട്ടുള്ളതായാലും വൈബായിരുന്നു. ഇതിൽ കുളിക്കാത്തത് ഞാൻ 2 നേരം രാത്രി മുടങ്ങാതെ കുളിക്കുന്ന രാത്രിയും കുളിച്ചിട്ട് ഞാനും കുളിച്ചു വെച്ചാൽ ഈ രാത്രി കുളിച്ചില്ല. ഞാൻ രാവിലെ കുളിച്ച് രാത്രി ആ ശീലത്തിൽ വന്നിട്ട് നമ്മൾ ഇനി കുളിക്കാൻ നിൽക്കല്ലേ.
നമ്മൾ എന്തുകൊണ്ടാണ് ആര്യൻ നസ്ലിനെ ഇന്ന് ഒഴിവാക്കിയെന്ന് അറിയാം ബക്കറ്റ് മുക്കിൽ ചാടുന്നത് കാരണം മേക്കപ്പ് തിരിച്ചും വസന്തിയെ പോലെ വരും ഇപ്പൊ ഞാൻ മുങ്ങയാണോ? ഓ നീ മുങ്ങണം അല്ലാതെ ഇതിന് മുക്ക് അതിൽ ഇത് ഇങ്ങനല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ ഗ്യാങ്ങിലുള്ള മുക്കിലും വൃത്തിയില്ലാത്ത നിൽക്കാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു വൃത്തിയില്ലാത്തതല്ലേ ഞാൻ പറയട്ടെ ഗൈസ്. ഞാൻ 2 ദിവസത്തിൽ കൂടുതൽ തല നനയ്ക്കും, എല്ലാ ദിവസവും മേൽ കഴുകും. അത് മതി. ഡെയിലി കുളിക്കും 2 നേരം. അപ്പൊ നിങ്ങൾ കുളിക്കും, അപ്പൊ നിങ്ങൾ മുങ്ങി. അവ മുങ്ങിയ കണ്ട നിന്നെ കാത്തിരിക്കും അവളെ മുക്കാമ ഇതിനെ തവരണ കൊറിയൻ പോയേ എന്നെ കൊറിയർ പോയെന്ന് പറഞ്ഞു. നാളെ ദളദോഷവുമായി അബിൻ ആന്റണി. ഓക്കെ, ഇനി ഈ കൂട്ടത്തിലെ മൂഡി സ്റ്റാർ മൂഡ് സ്വിങ്സ് ഏറ്റവും കൂടുതൽ വരുന്ന 2 പേരില് നിങ്ങൾ 2 പേരില് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് വരുന്നത് ഈ ഇടത കൈ ഇങ്ങനെ പോകുന്നു, പക്ഷെ വലത് കൈ ഓൺ റീസൺസ് കൊണ്ട് മൂടിയാവാൻ ശ്രമിക്കുന്നുണ്ടോ തോന്നുന്നു അല്ലേ? നിന്റെ ഇതിൽ ആരാണ് മൂഡി സ്റ്റാർ? നീയാണ് തീരുമാനിക്കണം. പെട്ടെന്ന് ഒരാളെ പെട്ടെന്ന് മൂഡി സ്റ്റാർ ആയിട്ട് പറയാൻ പറഞ്ഞ ആരെ പറയും? ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൂഡി സ്റ്റാർ മുടി മാറ്റിയിട്. മൂഡി സ്റ്റാറിനെ കുറച്ച് മുടി കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കൂട്ടത്തിലെ അത് നോക്കരുത്, ഈ കൂട്ടത്തിലെ കൊല കമ്പൻ നിന്റെ വേണമെങ്കിൽ പറയാം. ഈ കൂട്ടത്തിലെ മധുര ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മധുര രാജ്യരെയാണ് നമ്മൾ. നമ്മൾ ഷുഗർ ജിത്തജ നല്ല മധുര കഴിക്കും. ജിത്തജ ഇതൊക്കെ വാങ്ങി തിന്നും. ഏത് മിഠായി ജിത്തജ? തേൻ മിഠായി, ലഡു, ഗുലാബ് ജാമുൻ ഇതൊക്കെ നല്ല അടിച്ചിരിക്കാൻ. ഗുലാബ് ജാമുൻ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ നിങ്ങളാരും മധുരം കഴിക്കാറില്ലേ? ഞാൻ കഴിക്കാറുണ്ട്. മധുരം നമ്മൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതെ, ഞാൻ മധുരം കഴിക്കാറുണ്ട്. അവൻ മധുരം പങ്കുവെക്കാറാണോ? ഇല്ല വെച്ചാനെ മധുരരാജ്. പഞ്ചാരടി ഒരു വീക്ക്നെസ് ആയ ഒരു പാട്ടുണ്ടല്ലോ, അതങ്ങനെ പഞ്ചാരടി ഒരു വീക്ക്നെസ് ആക്കിയ രണ്ട് പാട്ട് പാടുന്ന പഞ്ചാരടി ഒരു വീക്ക്നെസ് ആക്കിയ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ഗൈസ്? റെഡി എടുത്ത് വെച്ചിരിക്കാം. അവന് ശ്വാസം മുട്ടണ പോലെ ശ്വാസം. അപ്പൊ ഗൈസ്, ഈ കൂട്ടത്തിൽ ജിമ്മ് സ്കിപ്പ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കമത്തുന്നു. ട്രെയിനർ വീട്ടിൽ വന്ന് വിളിച്ചാൽ ഈ ഭയം പോകില്ല. എല്ലാ ആഴ്ചയും 3 പ്രാവശ്യം ഷുഗർ കട്ട് ഉണ്ട്. പക്ഷേ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഷുഗർ കട്ട്. പ്രതികാരം എടുക്കുന്നില്ലല്ലോ. കുറച്ചിങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന പോലെ എന്റെ മനസ്സിൽ എന്തോ ഒരു ഫീലാണ്, എന്തോ ഒരു വെറും തോന്നലാണ് ഗൈസ് നിങ്ങളുടെ സിനിമയിലെ മുക്കി കൊല്ലുമല്ല. നെക്സ്റ്റ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് വ്യക്തിയാണ് ഡ്രൈ സ്റ്റാർ. ഡ്രൈ സ്കിൻ ആയിട്ട് നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണ്. ഡെയിലി മോയ്സ്ചറൈസർ ഇടാം. സെൻസിറ്റീവ് ഇല്ല, പറ്റി വരണ്ട വെള്ളങ്ങൾ വീഴ്ചകൾ വീണ അപ്പൊ അതിനനുസരിച്ച് ഏറെയുന്നുണ്ട്. അവിടെയാണ് പ്ലസ് പോയിന്റ്. ഇനി ഇതിലെ ആറ്റിറ്റ്യൂഡ് കിങ് അതൊന്നും തന്നെ ആറ്റിറ്റ്യൂഡ് രാജകുമാരൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. രാജകുമാരൻ കിങ് അല്ല, രാജകുമാരൻ. മുക്ക് നീ തന്നെ മുങ്ങ് എങ്ങനെ മുങ്ങണ നോക്കട്ടെ. ഓ, അതിനെക്കാളും കുറച്ച് മുങ്ങണ. മുക്കുമ്പോ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ട നിങ്ങളാണ്. ശ്വാസം എടുക്കുന്നില്ല, മൂക്കിലൂടെ വെള്ളം കയറ്റുന്നു. അത് വേറെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഫുൾ പവറോടെ. ഓക്കെ, ഇനി അടുത്ത ഈ കൂട്ടത്തിലെ കോഴി. അത് നിങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. കോഴിയായിട്ടൊന്നും ഇല്ല ഗൈസ്, കോഴിത്തനൊന്നുമില്ല. കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ അല്ലാതെ കോഴിത്തന ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനത്തിൽ തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഈ റൗണ്ടിൽ നിങ്ങൾ സേഫ് ആയിരിക്കുന്നു ഗൈസ്. ഗുഡ് ജോബ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 പേരിലും ഏറ്റവും കൂടുതൽ ദേഷ്യം, ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി. സ്വന്തമായിട്ടൊക്കെ പറയണ്ടേ, ഞാനല്ലേ ഇടപെടുന്നത്. ഇല്ല, 2 പേർക്കും ഉണ്ട്. എനിക്കും ഉണ്ട് നല്ലോണം ആങ്കർ ഇഷ്യൂസ്. അപ്പൊ ജിത്ത മുങ്ങിക്കോ. 2 പേർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് വേണ്ട ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് ഈ കൂട്ടത്തിലെ ഫുഡി. ഞാനല്ല. അല്ല, ഫുഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിന്നണല്ല, അത് ആസ്വദിക്കുന്ന ഒരാള്. ഫുഡി ഇവർ രണ്ടുപേരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് സദ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവർ എല്ലാരും കൊതിപ്പിക്കാറൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഫുഡീസാണ്. ഇതാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒറ്റ ബുദ്ധി കാണിക്കുന്നത് ആരാണ്? ഒറ്റ മൈൻഡാണോ ഒറ്റ ബുദ്ധിയാണോ? ഒറ്റ മൈൻഡ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. ബുദ്ധിയാണ് ഈസി ചോയ്സ്. ഒറ്റ മൈൻഡ് നമ്മൾ എല്ലാരും കാണിക്കാറുണ്ട്. ഒറ്റ മൈൻഡ് നമ്മൾ പെട്ടെന്ന് പോകാറുണ്ട് രാത്രി സിറ്റിയിലൊക്കെ. അങ്ങനെ ഒറ്റ മൈൻഡ് എല്ലാരും കാണിക്കാറുണ്ട്. മുങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അശ്ന ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി അശ്ന ഇരിക്കുന്നു. അതില്ല അശ്ന ഇരിക്കുന്നു. അത് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ഗൈസ് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി പെട്ടെന്ന് എനിക്കൊരു ഐഡിയ. ഞാൻ അശ്ന കൊണ്ടുവന്ന ഗെയിമിൽ ഞാൻ കുറച്ച് കണ്ടിന്യൂ ആക്കാന്ന് വിചാരിച്ചു. കുറച്ച് അശ്ന ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാം ബാക്കി എല്ലാവരും ആഗ്രഹം ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആൻസർ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് ഇവർ രണ്ടുപേരിലും ഏതൊരു രാഷ്ട്രത്തിനും എപ്പോ വിളിച്ചാലും ഓടി എത്തുന്നത് ആരെന്നാണ്? അബിൻ മോൻ. വെള്ളം കുറിച്ച് കുറഞ്ഞു വരുന്നു. അടുത്ത് അശ്വിൻ ബെർണാഡ് എന്ന പേരുമായി സാമ്യമുള്ളത് ആരാണ്? ആരാണ് സ്കൂട്ടറിൽ 80 പോണത്? ആരാണ് കിക്കറടിച്ച് ഒറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴൊക്കെയാണ് സ്കൂട്ടറിൽ വെച്ച് ആദ്യം ഓടി എത്തുന്നത്? ഇനി എല്ലാ ദിവസവും ഓടി വരുന്ന ആരാണ്? ആരാണ് ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ഇന്ന് കുളിക്കുന്ന ആരാണ്? ഒട്ടും കുളിക്കാത്ത ആരാണ്? ചക്കര മോൻ ആരാണ്? പൊന്നു മോമ ആരാണ്? മണ്ഡപത്തിൽ പോയി കട്ട തിന്നുന്ന ആരാണ്? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടോ? ജോർജിയൽ ജിത്തൂര് കൂടെ പഠിക്കുന്ന ആരാണ്? അഷ്ടമോൾ. ഇനി തേർഡ് ഇയറിലോട്ട് പോകുന്ന ആരാണ്? അഷ്ടമോൾ. പഠിച്ചു കഴിഞ്ഞ ആരാണ്? അബിൻ മോൻ. ഷർട്ട് ഇട്ടിരിക്കുന്ന ആരാണ്? ഞാൻ കണ്ടക്ടറാണ്. ഇത് നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇനി ആനി അശ്ന മാത്രം വെച്ച് ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് എടുക്കുക. ഓക്കെ, ഞങ്ങൾ നടത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എപ്പോഴും പറഞ്ഞ ആരാണ്? അശ്ന മോൾ. ഓക്കെ ഗായ്സ്. അപ്പൊ പെട്ടെന്ന് തൽക്കാലം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തീർന്നു. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചു. ബൈ. ഇനി അടുത്ത ചാനലിൽ